ഡോക്ടർ ജി ഗോപകുമാർ, കണ്ണൂരിലെ പാർട്ടിയിലെ കലഹം ചില്ലറയല്ല. അത് ശമിപ്പിക്കാൻ വേണ്ടി ഇന്ന് കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ രാഗേഷ് തന്നെ നേരിട്ട് വാർത്താ സമ്മേളനം വിളിച്ചു. MV ജയരാജനും ആ വാർത്താ സമ്മേളനത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ അത് ഉതകുന്നതാണോ? ഇപ്പോൾ ലേറ്റായിട്ടാണ് കോൺഗ്രസിൻ്റെ പട്ടിക വരുന്നതെങ്കിലും അത് ഈ CPM-ൻ്റെ ആഭ്യന്തര കലഹം അത് മുതലെടുക്കുവാൻ ഈ പട്ടിക വൈകുന്നത് കൊണ്ട് കോൺഗ്രസിനും UDF-നും ബുദ്ധിമുട്ടുണ്ടാകുമോ? ഇനി കഷ്ടിച്ച് 23 ദിവസമേ തെരഞ്ഞെടുപ്പിനുള്ളൂ എന്നുള്ളത് നോക്കുമ്പോൾ കോൺഗ്രസിൻ്റെ പട്ടിക വരാൻ വൈകുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വെല്ലുവിളിയാണ്. താമസിക്കും തോറും സമ്മർദ്ദത്തിൻ്റെ തോത് വർദ്ധിക്കാനാണ് സാധ്യത. പെട്ടെന്ന് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഉടനെ തന്നെ അതൊരവസരമാക്കി എടുത്ത് തീരുമാനങ്ങൾ വൈകാതെ വരണമായിരുന്നു. ഇന്നലെ തന്നെ തിങ്കളാഴ്ച വൈകുന്നേരം തന്നെ പൂർണ്ണ പട്ടിക വന്നിരുന്നെങ്കിൽ അത് കുറച്ചുകൂടി തിരഞ്ഞെടുപ്പ് രംഗത്ത് കോൺഗ്രസ്സിന് ആത്മവീര്യം വർദ്ധിപ്പിക്കുമായിരുന്നു. ആ ഉഷാറായിട്ട് പ്രവർത്തിക്കാനുള്ള സാഹചര്യമുണ്ടാകുമായിരുന്നു. ഇപ്പോഴും ഇവിടെ ചൂണ്ടിക്കാണിച്ച പോലെ കണ്ണൂറും അടൂറും ഒക്കെ ഒഴിച്ചിട്ട് ഇങ്ങനെ അന്തമില്ലാതെ ചർച്ച ചെയ്യുകയാണ്. അപ്പം അതുകൊണ്ട് 2-3 കാര്യങ്ങളിൽ UDF-ന് അതെ കോന്നി UDF-ന് വെല്ലുവിളി നിൽക്കുന്നു. ഒന്ന്, ഈ ചൂണ്ടിക്കാണിച്ച പടലപ്പിണക്കം. 2, ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു തരംഗമുണ്ടാക്കണം. ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നുള്ളത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ കൂടി കണ്ട കാര്യമാണ്. പക്ഷേ ചുരുങ്ങിയ സമയം കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗൃഹസന്ദർശനം നടത്തുകയും കുറേയൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്ത് ആ ട്രെൻഡ് കുറച്ച് മാറ്റുകയും അസംബ്ലിയിൽ ജയിച്ച 99 MLA-മാർക്ക് കൂടുതലും സ്ഥാനം കൊടുത്തുകൊണ്ട് അവർ മണ്ഡലം നോക്കിയതിൻ്റെ വികസനത്തിൻ്റെ പശ്ചാത്തലത്തിലുള്ള വോട്ട് എന്നുള്ളൊരു സന്ദേശം ഭരണവിരുദ്ധ വികാരത്തിൻ്റെ തോത് കുറയ്ക്കാനായി ഇടതുപക്ഷം ചുരുങ്ങിയ സമയം കൊണ്ട് നല്ല പ്രവൃത്തി ചെയ്തു. ആ പ്രവൃത്തി ചെയ്തുകൊണ്ട് ഭരണവിരുദ്ധ വികാരം അതേപോലെ പഞ്ചായത്തിലുള്ളതുപോലെ അതേ സ്പിരിറ്റിൽ ഇപ്പോഴും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇനിയുള്ള സമയത്ത് ഭരണവിരുദ്ധ വികാരമായാലും UDF-ന് ഭരണം തിരിച്ചു വരണം എന്നുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള തരംഗമാണെങ്കിലും അതൊക്കെ ചെയ്യാൻ കുറച്ച് സമയമേ ഉള്ളൂ. അതുകൊണ്ട് നഷ്ടപ്പെടുന്ന ഓരോ ദിവസവും UDF-നെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. ശരി, അത് നേതാക്കൾ മനസ്സിലാക്കുമെന്ന് തന്നെ വിചാരിക്കാം. എന്തായാലും നേതാക്കൾ പരിചയസമ്പന്നരായ നേതാക്കളാണ്. പിന്നെ ആത്മവിശ്വാസം കൂടുതലുണ്ട് എന്നുള്ളതാണ് കോൺഗ്രസ് ഇത്തവണ തിരിച്ചടിയായിരിക്കുന്നത് സ്ഥാനാർത്ഥി നിർണയത്തിലും. ശ്രീ ആനന്ദ് കൊച്ചുകുടി, ഇപ്പോൾ വന്നിരിക്കുന്ന പട്ടികയിൽ താങ്കൾക്ക് പുതുമ തോന്നുന്നുണ്ടോ? എനിക്കങ്ങനെ പുതുമ തോന്നുന്നില്ല. കാരണം ഇത് പ്രതീക്ഷിച്ച ഒരു പട്ടികയാണ്. ഇനി വരാനിരിക്കുന്നതിലാണ് ഈ തർക്ക മണ്ഡലങ്ങളൊക്കെ ഉൾപ്പെട്ടിരിക്കുന്നത്. ഈ 37 ബാക്കിയുള്ളതിൽ ഒരു 30 ഇത്തരത്തിൽ തർക്കമുള്ളവയെ തന്നെയല്ലേ? ഇപ്പോൾ തിരുവനന്തപുരത്ത് തന്നെ 3 മണ്ഡലങ്ങൾ മാത്രമേ വന്നിട്ടുള്ളൂ. അതുപോലെ തന്നെയാണ് നേരത്തെ സൂചിപ്പിച്ച കോന്നിയും കണ്ണൂരുമൊക്കെ ഉള്ളത്. പെരുമ്പാവൂർ, അവിടെ സിറ്റിംഗ് MLA എൽദോസ് കുന്നപ്പിള്ളിക്ക് സീറ്റില്ല, പകരം ആളെ കണ്ടെത്തേണ്ടി വരും. അവിടെ തർക്കമുണ്ടാകുമോ എന്നുള്ള കാര്യം എൽദോസ് ആണെങ്കിൽ ഇപ്പോൾ തന്നെ പരിഭവമായി എത്തിയിട്ടുമുണ്ട്. ആനന്ദ്, മഞ്ജുഷ്, എനിക്ക് കേൾക്കാം. ചോദ്യം ഒന്ന് ആവർത്തിക്കാമോ? അല്ല, ഇപ്പൊ ഈ പട്ടികയിൽ താങ്കൾക്ക് വലിയ പുതുമ തോന്നുന്നുണ്ടോ? ഇനി വരാനിരിക്കുന്നതല്ലേ യഥാർത്ഥ കോൺഗ്രസ് പട്ടിക എന്ന് പറയുന്നത്? ഈ മാരത്തൺ ചർച്ചകളുടെ ഫലമായിട്ട് ഉരുത്തിരിഞ്ഞു വരുന്ന പേരുകൾ, ഒറ്റ പേരുകളിലേക്കാവുന്ന പട്ടിക ഇനി വരാൻ പോകുന്നതല്ലേ? തീർച്ചയായും. പക്ഷേ ഈ പട്ടികയിൽ തന്നെ 1, 2, 3, 4, 5 വളരെ വ്യത്യസ്തമായ അല്ലെങ്കിൽ സർപ്രൈസ് സ്ഥാനാർത്ഥികളുണ്ട്. ഒന്ന്, രമേഷ് പിഷാരടിയാണ് പാലക്കാട് ശോഭാ സുരേന്ദ്രനെതിരെ മത്സരിക്കുന്നത്. പലരും കരുതിയിരുന്നത് അവിടെ സന്ദീപ് വാര്യർക്ക് ആണ് കൂടുതൽ ചാൻസ് എന്നാണ്. പക്ഷേ ഷാഫി പറമ്പിൽ രമേഷ് പിഷാരടിയെ തന്നെ പിന്തുണച്ചതുകൊണ്ട് അവിടെ പിഷാരടി വന്നു എന്നാണ് കരുതുന്നത്. രണ്ടാമത്, ഈ ചിറയിൻകീഴേക്ക് ആലത്തൂരിൻ്റെ MP ആയിരുന്ന രമ്യ ഹരിദാസ്, അവരെ അടൂര് പരിഗണിച്ചുവെന്ന് പറയുന്നു. അവിടെ CPIക്ക് ഒരു നല്ല സ്ഥാനാർത്ഥി, മികച്ച സ്ഥാനാർത്ഥിയായിട്ട് പ്രജി കണ്ണനാക്കി മാമോദീസ മുക്കി ഇപ്പോൾ CPI അവിടെ ഇറക്കിയിട്ടുണ്ട്. അവർ നല്ലൊരു സ്ഥാനാർത്ഥിയാണ്, ജയിക്കാവുന്ന സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ അവിടെ നിന്നും കൂടി മാറി കുറച്ചുകൂടി സേഫായിട്ട് ചിറയിൻകീഴ് എത്തുമ്പോൾ അത് പണ്ട് ഈ നമ്മുടെ ഈ പല തിരുവിതാംകൂറിൽ നിന്ന് MA കുട്ടപ്പനെയും അല്ലെങ്കിൽ പന്തളം സുധാകരനെയൊക്കെ
തരൂർക്കും പാലക്കാട്ടേക്കും ഒക്കെ അയക്കുന്നതിന് ഒരു റിവേഴ്സായിട്ട് ഇപ്പോൾ അവിടുന്ന് പാലക്കാട് നിന്ന് ഇങ്ങോട്ടേക്ക് ചിറയൻകീഴേക്ക് ഒരാളെ അതും ആലത്തൂരിൻ്റെ MP ആയിരുന്ന 5 വർഷം MP ആയിരുന്ന ഒരാളെ ഇങ്ങോട്ട് കെട്ടിയെടുക്കേണ്ടതുണ്ടോ എന്ന് ചോദിക്കാൻ ആൾക്കാർക്ക് പറ്റുന്ന രീതിയിലുള്ള ഒരു സ്ഥാനാർത്ഥിത്വം. അതുകൊണ്ട് ഇനി അവിടെയുള്ള പ്രത്യേകിച്ച് ആറ്റിങ്ങൽ ചിറയൻകീഴ് അവിടെ പല സാമുദായിക സമവാക്യങ്ങളുണ്ട്. അത് എന്തെങ്കിലും രീതിയിൽ പ്രശ്നമാകുമോ എന്നെനിക്കറിയില്ല. എന്തായാലും അതൊരു വിചിത്രമായ സ്ഥാനാർത്ഥിത്വമാണ്. പിന്നെ ഒരു നല്ലൊരു എന്താ പറയുന്ന ഒരു ആപ്പ് ചോയ്സ് അല്ലെങ്കിൽ നല്ലൊരു ചോയ്സ് എന്ന് പറയാവുന്നത് തൃശ്ശൂർ രാജൻ പല്ലനാണ്. ഇപ്പോൾ പലർക്കും അത് അദ്ദേഹത്തെ അറിയില്ലായിരിക്കും. ഇപ്പം എൻ്റെ അമ്മ വീട് തൃശ്ശൂർ ആയതുകൊണ്ട് അദ്ദേഹം അവിടെ പലതവണ അദ്ദേഹം അവിടെ കോർപ്പറേഷനിൽ കൗൺസിലറായിരുന്നു, മേയറായിരുന്നു. അദ്ദേഹം അവിടെ ജയിക്കാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥി തന്നെയാണ്. പക്ഷേ മറ്റ് പല സ്ഥാനാർത്ഥികൾ ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ തന്നെ CPMൻ്റെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ കോട്ടയാണ് എന്ന് കരുതപ്പെടുന്ന പല സീറ്റുകളിലും പുതുമുഖങ്ങളും അല്ലെങ്കിൽ തീരെ പരിചിതരല്ലാത്തവരും ഒക്കെ അവിടെ സ്ഥാനാർത്ഥികളായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഘട്ടത്തിൽ കോൺഗ്രസിൻ്റെ തന്നെ മുതിർന്ന നേതാക്കളായ അജയ് തറയിൽ അല്ലെങ്കിൽ അവിടെ മൂന്തപുരം മുൻ MP ആയിരുന്ന എന്താണ് അദ്ദേഹത്തിൻ്റെ പേര് ഞാനിപ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല, എങ്കിലും മുതിർന്ന നേതാക്കൾ അങ്ങനെ 1-2 പേരെയൊക്കെ തൃശ്ശൂർ കയ്പമംഗലം അല്ലെങ്കിൽ കൊടുങ്ങല്ലൂർ ഇതുപോലെയുള്ള സീറ്റുകളിലൊക്കെ അല്ലെങ്കിൽ ഇപ്പോൾ CC മുകുന്ദൻ വന്നില്ല, അതുപോട്ടെ നാട്ടിക റിസർവ്ഡ് കോൺസ്റ്റിറ്റ്യൻസിയാണ്. പക്ഷേ ഈഴവ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കുന്നതിനായിട്ട് ഇങ്ങനെയുള്ള നേതാക്കളെ, ഉദാഹരണത്തിന് ടൈസൺ മാസ്റ്റർ കയ്പമംഗലത്ത് നിന്ന് പറവൂര് തൃശ്ശൂർ ജില്ലയിൽ നിന്ന് എറണാകുളത്തേക്ക് വന്ന് മത്സരിക്കുന്നുണ്ട്. അതുപോലെ എറണാകുളം ജില്ലയിലെ ധനപാലൻ, എനിക്ക് പെട്ടെന്ന് പേര് ഓർമ്മ വരാത്ത അദ്ദേഹമാണ്, KP ധനപാലൻ, അദ്ദേഹത്തെയും അജയ് തറയിലിനെ പോലെയുള്ള മുതിർന്ന നേതാക്കളെ ഈഴവ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കുന്നതിനായിട്ട് ഇതുപോലെയുള്ള സീറ്റുകളിലേക്ക് മത്സരിപ്പിക്കുന്നതിന് ഒരു ഘട്ടത്തിൽ ആലോചന നടന്നത് എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് K ബാബു ഒക്കെ ആക്റ്റീവായിട്ട് ഇതുപോലെയുള്ള പേരുകൾ അന്ന് പറയുന്നത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. പക്ഷേ അതൊക്കെ ഇപ്പോൾ മാറി, ഇപ്പോൾ പല പുതുമുഖങ്ങൾ അവിടെയൊക്കെ വന്നിട്ടുണ്ട്. ഇവരൊക്കെ ജയിക്കാൻ പറ്റുന്ന സ്ഥാനാർത്ഥികളാണോ എന്നുള്ളത് അറിയില്ല. ഇപ്പോൾ പലരെയും നമുക്ക് ലോക്കൽ അവരുടെ എന്താ പറയുന്നത് പുതുമുഖ സ്ഥാനാർത്ഥികളായിരിക്കുന്നതുകൊണ്ടും പുറമെ അധികം അറിയപ്പെടാത്ത ആൾക്കാരായതുകൊണ്ടും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ സീറ്റുകൾ എന്ന് പറയുന്നത് ആലത്തൂർ, ഒല്ലൂർ, തൃശ്ശൂർ, നാട്ടികയിൽ പക്ഷേ സുനിൽ ലാലൂർ കഴിഞ്ഞ തവണയും മത്സരിച്ചയാളാണ്. പിന്നെ കയ്പമംഗലം, പുതുക്കാട് ഈ സ്ഥലങ്ങളിൽ പുതിയ ആളുകളാണ്. കൊടുങ്ങല്ലൂരിൽ OJ ജനീഷ്, അത് പ്രതീക്ഷിച്ചാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ്, അദ്ദേഹത്തിന് സീറ്റ് കിട്ടിയിട്ടുണ്ട്. ഇവയൊക്കെയാണ് വളരെ പുതുമുഖങ്ങൾ വന്നിരിക്കുന്ന സീറ്റുകൾ എന്ന് പറയുന്നത്. അതെ, ഞാൻ ഈ സീറ്റുകളെ തന്നെയാണ് ഉദ്ദേശിച്ചത്. OJ ജനീഷ് തന്നെ അദ്ദേഹത്തെ KSUവിൻ്റെ അധ്യക്ഷനാക്കി KC വേണുഗോപാൽ വാഴിച്ചതിന് ശേഷം ആണ് അദ്ദേഹത്തെ കൊടുങ്ങല്ലൂർക്ക് പരിഗണിക്കുന്നത്. കൊടുങ്ങല്ലൂർ, നാട്ടിക, കയ്പമംഗലം പോലെയുള്ള സീറ്റുകളൊക്കെ കോൺഗ്രസിന് വേണമെങ്കിൽ പിടിച്ചെടുക്കാവുന്ന സീറ്റുകളാണ്. കാരണം ഇപ്പോൾ P രാജീവ്, അദ്ദേഹം അന്നമനട എന്ന് പറയുന്നത് തൃശ്ശൂർ ജില്ലയിലുള്ള ഒരു സ്ഥലത്ത് നിന്ന് എറണാകുളത്തേക്ക് പറിച്ചു നട്ട ആളാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ടൈസൺ മാസ്റ്റർ കയ്പമംഗലത്ത് നിന്ന് പറവൂർക്ക് മറ്റേ അഴീക്കോട് കടന്ന് ഇപ്പുറം കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.